എന്നും ലഞ്ച് ബോക്സ് വീഡിയോ ഇല്ലേ, അപ്പോൾ ഇന്നൊരു വെറൈറ്റി ഉച്ചയൂണ് വീഡിയോ ആയാലോ. കാരണം എന്നും ഒരേ കറികൾ കാണിച്ച് എനിക്കും ബോറടിച്ച് കണ്ട് നിങ്ങൾക്കും ബോറടിച്ച് കാണും. അപ്പോൾ നമുക്ക് കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് കുറച്ച് നല്ല മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി പരിഞ്ഞിലുള്ള നല്ല മത്തിയായിരുന്നു, നല്ല ഫ്രഷ് മത്തിയായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചക്കയും കൂടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പിന്നെ ആദ്യം തന്നെ ചക്കയായിരുന്നു ഞങ്ങൾ അടുപ്പേ കയറ്റി വേവിച്ച് വെച്ചിട്ട് മത്തി വെട്ടാമെന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മൾ ചക്കയ്ക്കെല്ലാം അരച്ചിട്ട് കേട്ടോ. നല്ല അടിപൊളി ചക്കയായിരുന്നു. ചക്കയൊന്നും ഇനി അടുത്ത വർഷം വരെ കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ചക്കയ്ക്ക് ഇച്ചിരി മധുരം കൂടും, അതെല്ലാം രുചി കൂടും കേട്ടോ. അങ്ങനെ ചക്ക എല്ലാം കുഴച്ച് മാറ്റി അങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ മത്തി എടുത്ത് വെട്ടാനിരുന്നു. മീൻ വെട്ടിയിട്ട് കുറേ നാളായതുകൊണ്ടാണെന്ന് തോന്നുന്നു മീൻ വെട്ടുന്നതെല്ലാം മറന്നുപോയി. കാരണം കുറേ നാളെ ഇവിടെ നല്ല മീൻ വാങ്ങിച്ചിട്ട്, നല്ല മീനല്ല അത്യാവശ്യം മീൻ വാങ്ങിച്ചിട്ടൊക്കെ തന്നെ കുറേ നാളെ. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മത്തിയെല്ലാം വെട്ടി അടിപൊളിയായിട്ട് എടുക്കുകയാണ്. അപ്പോൾ മത്തിയുടെ മണം കേട്ടപ്പോൾ പൂച്ചക്കുട്ടന്മാരെല്ലാം അവിടെ ഇവിടെ നിന്ന് കരയുന്നുണ്ട്. അവർക്കും ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ കൂട്ടത്തിൽ. അങ്ങനെ നമ്മൾ മത്തി നല്ല പരിഞ്ഞിലുള്ള സൂപ്പർ മത്തിയായിരുന്നു. അങ്ങനെ മത്തി മുളകും പുളിയും വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ചക്കയുടെ കൂടെ അത് നല്ല ഒരു കോംബോ ആണല്ലോ. ഈ മത്തിക്കൊക്കെ ഇങ്ങനെ മത്തിക്കല്ല, പൊതുവേ മീനിനെല്ലാം ഇപ്പോൾ നല്ല വിലയാണ് കേട്ടോ. അയലക്കൊക്കെ ഇവിടെ കിലോയ്ക്ക് 600 രൂപ. നിങ്ങളുടെ അവിടെയൊക്കെ മീനിന് എന്താണ് വിലയെന്നൊന്ന് പറയണേ ഗൈസ്. പിന്നെ മീനില്ലാതെ നമുക്കൊരു ജീവിതം ഇല്ലെന്ന് വിചാരിച്ചിരുന്നതാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ കുറേ നാളെ മീൻ മേടിച്ചിട്ട്. അങ്ങനെ മീൻ കറിക്കുള്ള മീനില്ല, അതുകൊണ്ട് ഇതിൻ്റെ തലയും വാലും ഒന്നും കളയാൻ തോന്നില്ല. അതുകൊണ്ട് തലയെല്ലാം കൂടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ അങ്ങോട്ട് കറി വെച്ചു, മുളകും പുളിയും വെച്ചു, പിന്നെ ചക്ക വേവിച്ചു. പിന്നെ രാവിലെ ലഞ്ച് ബോക്സിന് കൂൺതോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇച്ചിരി ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ച് അത് ഉണക്കന്നത്തോലിട്ട് ചമ്മന്തി അരയ്ക്കുക, നല്ല സൂപ്പറായിട്ടാണ്. ആദ്യം നമ്മളത് വെളിച്ചെണ്ണയിലിട്ട് അങ്ങോട്ട് മൂപ്പിച്ചങ്ങോട്ട് എടുക്കുക. പിന്നെ കുറച്ച് തേങ്ങ മതി, ഒരു പേരിന് വേണ്ടി മാത്രം തേങ്ങയും പിന്നെ കുറേ കൊച്ചുള്ളിയും 5-6 കാന്താരിയും കൂടെ ഇട്ട്. കാന്താരിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. എന്നിട്ട് പുളിയും ഉപ്പും കൂടെ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുത്ത് അടിപൊളി സൂപ്പർ ചമ്മന്തി റെഡി കേട്ടോ. സത്യം പറഞ്ഞാൽ ചമ്മന്തിയും ചക്കയും മാത്രം മതി ചോറ് കഴിക്കാൻ. പിന്നെ മത്തി കറിയും വേണം, അത് വേറൊരു പോക്ക് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിലൂടെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നമ്മൾ ഉച്ചയൂണെല്ലാം റെഡിയാക്കി നമ്മുടെ ചക്ക വേവിച്ചത്, കൂൺതോരൻ, ചമ്മന്തി, പിന്നെ ഉണക്കമുളക് വറുത്തതുണ്ടായിരുന്നു, കൊണ്ടാട്ടം മുളക്, പിന്നെ നമ്മുടെ മത്തിക്കറി സൂപ്പർ മത്തിക്കറി ആയിരുന്നു. പിന്നെ എന്തായിരുന്നു ചക്ക വേവിച്ചത്. ഇതെല്ലാം കൂടെ ആക്കി അത്തായ്ക്കും അമ്മയ്ക്കും കൊടുത്തു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ അത്തായി വന്നിട്ടുണ്ടെങ്കിൽ അത്തായ്ക്ക് ഊണം കൊണ്ട് കൊടുത്തു.